തണ്ണിമത്തൻ കൃഷിയിടത്തുനിന്ന് മൾച്ചിങ് ഷീറ്റൊക്കെ നമ്മൾ തിരിച്ചിതാ എടുക്കുകയാണ്. ഇനിയിപ്പോൾ നെൽകൃഷി ചെയ്യാനുള്ള പാടാണ്. ജൂൺ ആവാനായി, മഴ ഇതിന് ഇവിടെ ഒക്കെ വെള്ളമായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ മൾച്ചിങ് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. കാണാത്തിട്ടുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കാം. ഇനിയിപ്പോൾ ഇതിനകത്തിട്ടുള്ള ഈ ഡ്രിപ്പ് പൈപ്പ് ഉണ്ടല്ലോ, സിപ്പ പൈപ്പ്, ഈ സിപ്പ പൈപ്പ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആണ് ഇനി അടുത്ത് കുറച്ച് പേർക്കൊക്കെ ഡൗട്ടുള്ള കേട്ടോ. ഇതിൻ്റെ ഏറ്റവും ഈ ഏരിയ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവിടെയാണ് നമ്മുടെ PVC പൈപ്പ് കാര്യങ്ങളൊക്കെ അവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് സിപ്പ പൈപ്പിൻ്റെ ഡ്രിപ്പ് പോയിന്റ് വരുന്നത്. ഈ ഏരിയയിലാണ് കിട്ടില്ല കറക്റ്റ് പ്ലാന്റ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയാണ് കറക്റ്റ് പ്ലാന്റ് നിൽക്കുന്നത്. അതൊക്കെ മൾച്ചിങ് കവർ ചെയ്തിട്ട് ഇവിടെ മാത്രമേ ഹോൾ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ വീഡിയോകളിൽ ഷെയർ ചെയ്തതാണ്. പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഏറ്റവും എൻഡിൽ നമ്മൾ എൻഡ് ഗ്യാപ്പ് ഇടുകയല്ലേ ചെയ്തത്. ഇതേപോലെ ഒരു കമ്പ് അടിച്ച് താത്തിയിട്ട് അതിന്മേൽ ഇങ്ങനെ ജസ്റ്റ് കെട്ടി വെക്കുക ചെയ്തത്. അപ്പോൾ തന്നെ അത് നല്ല രീതിയിൽ തന്നെ സെറ്റായി നിൽക്കും. പിന്നെ ഇത് വെയിലൊന്നും കൊള്ളാത്തതുകൊണ്ട് ഇപ്പോഴും നമ്മുടെ ഈ സിപ്പ പൈപ്പ് സംഭവം അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം മൾച്ചിങ് ഇതിന് മേലെ കവർ ചെയ്യുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഇത് വെയിൽ കൊള്ളാതെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു സീസണും കൂടി ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇത്തവണ തന്നെ നമുക്ക് എവിടെയെങ്കിലും കൃഷിഭൂമി സെറ്റ് ആവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ട് ഉപയോഗിക്കാനും പറ്റും. ഈ കാണുന്ന പൈപ്പിലേക്ക് വെള്ളം വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഫിൽറ്ററൊക്കെ സെറ്റ് ചെയ്യും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിൽറ്റർ കടന്നിട്ട് തരിയോ വേറെ എന്തെങ്കിലും കച്ചറ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിപ്പ പൈപ്പ് പെട്ടെന്ന് ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ ഹോളുകളത്. ഇത് ബ്ലോക്ക് ആയിക്കണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ റീയൂസ് ചെയ്യുന്ന സമയത്ത് ചില ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഈ സിപ്പ പൈപ്പ് കണ്ടില്ലേ, ഇത് നമുക്ക് തിരിച്ചു കണ്ടില്ല, ഇതേപോലെ ഇനി റോൾ ചെയ്തെടുക്കാം, കറക്റ്റായിട്ട് റോൾ ചെയ്തെടുക്കാം. ഇത് ഇനി ഓവറായിട്ട് ഇനി ഇത് വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിങ്ങനെ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വാങ്ങിയ സിപ്പ പൈപ്പ് ഏറ്റവും ലോക്കൽ സിപ്പ പൈപ്പ് അല്ല, അതിനൊക്കെ കുറച്ചും കൂടി കൂടിയ ക്വാളിറ്റി ആയിരുന്നു. ഇതിൻ്റെ പ്രൈസ് എത്രയൊന്നും കറക്റ്റ് ഞാൻ ഓർക്കണില്ല കേട്ടോ, ബില്ല് നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ ഈ സിപ്പ പൈപ്പ് നമുക്ക് ഇനി അടുത്ത തവണ ഒന്നും കൂടി ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ നല്ല രീതിയിൽ എടുത്തു വെക്കണം, വെയിൽ കൊള്ളാത്ത രീതിയിൽ എടുത്തു വെക്കണം. കൂടുതൽ ബെൻഡോ ഇതേപോലെ ഇങ്ങനെ മടങ്ങി കിടക്കുന്ന സാഹചര്യം ചിലപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മടങ്ങിയ ഭാഗത്ത് ഹോൾ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റോൾ ചെയ്തിട്ട് എന്തെങ്കിലും കമ്പുമേലൊക്കെ ചുറ്റിട്ട് റോൾ ചെയ്തിട്ട് നമ്മളിത് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത തവണ കൃഷി ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1 ഏക്കറോളം വരുന്ന തണ്ണിമത്തൻ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 80,000 രൂപ റേഞ്ചാണ് കോസ്റ്റ് വന്നത്. അതിൽ മൾച്ചിങ്, പൈപ്പ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കൂടിയിട്ട് അടുത്ത തവണ ഈ ഏരിയ നമുക്ക് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത്ര ഒന്നും കോസ്റ്റ് വരില്ല. അതൊക്കെ റീയൂസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത തവണ നമുക്ക് അതിൻ്റെ പകുതിയായിട്ട് ചിലപ്പോൾ ഒരു 40,000 ഒക്കെ കോസ്റ്റ് വരാൻ ചാൻസ് ഉണ്ടാവും. നമുക്ക് കുറേ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഈ ഏരിയയിലൊക്കെ നമ്മൾ മൾച്ചിങ് ഒഴിവാക്കിയിട്ട് സിപ്പ പൈപ്പ് എടുത്തു വെക്കാനുള്ള പരിപാടിയിലാണ്. ദൂരെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് അവിടെ ഉണ്ട്. ഇപ്പോൾ ഈ മൾച്ചിങ്ങിൻ്റെ മുകളിലുള്ള ചെടികളുണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ നമുക്ക് മൾച്ചിങ് തിരിച്ചെടുക്കൽ എളുപ്പമായിരിക്കും. അതിന് പോകുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ച എന്താ അല്ലേ, അടിപൊളിയല്ലേ സംഭവം. പിന്നെ നമ്മളെ സിപ്പ പൈപ്പ്. അപ്പോൾ നമ്മുടെ കൃഷിയിടത്ത് നിന്നുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വരും വീഡിയോകളൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വേറെ കൃഷിയിടം നമ്മൾ സെറ്റാക്കാൻ പറ്റുമോ നോക്കുന്നുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ നെൽകൃഷിയേ പറ്റുള്ളൂ, മഴക്കായി വെള്ളമൊക്കെ ആയിട്ട് അതൊക്കെ ഉണ്ടാവുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വരും വീഡിയോകൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബൈ.